ഹലോ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു നെമ്മീൻ ബിരിയാണി തയ്യാറാക്കാം. നെമ്മീൻ കഷ്ണങ്ങളിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മീൻ മസാലയിലേക്ക് പുരട്ടി വയ്ക്കുക. മീൻ മസാലയിൽ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് അത് മസാല പിടിക്കുന്ന അതേ സമയം കൊണ്ട് നമുക്ക് ചോറ് തയ്യാറാക്കാം. പാനിലേക്ക് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിലേക്ക് സ്പൈസസ് ഒക്കെ ഇടുക. വെള്ളം നന്നായിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി, ഒരു 10 മിനിറ്റ് അരി കുതിർത്ത് വെച്ചതാണ്, ആ അരി നമുക്ക് ആ വെള്ളത്തിലേക്കിട്ട് വേവിച്ചെടുക്കാം. ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഞാൻ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരി വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പാനിലേക്ക് എണ്ണയൊഴിച്ച് മീൻ കഷ്ണങ്ങൾ ഒരു ഷാലോ ഫ്രൈ, അതായത് ഒരു ചെറിയ രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നെമ്മീൻ വേവിച്ച് കളയരുത്. നെമ്മീനെല്ലാം ഒരു ചെറിയ രീതിയിൽ പൊരിച്ചെടുക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യമായ ഉള്ളി അരിഞ്ഞെടുക്കാം. മീൻ ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് ആ എണ്ണയുടെ ബാക്കി വരുന്ന എണ്ണയിലേക്ക് നമുക്കൊരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഉള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഇടുന്ന സമയത്ത് തന്നെ ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കഴിയുമ്പോൾ ഉള്ളി പെട്ടെന്ന് മൂത്ത് കിട്ടും. ഉള്ളി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി എത്രത്തോളം വഴണ്ട് വരുന്നു അതാണ് നമ്മുടെ മസാലയുടെ ടേസ്റ്റും കൂട്ടുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് നന്നായിട്ട് ചേർക്കുക. നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചോറിലേക്ക് ഒരു നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. അരി ഊറ്റി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മസാലയിലേക്ക് മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാലയും 2 സ്പൂൺ ബിരിയാണി മസാലയുമാണ് ചേർക്കുന്നത്. ഒരുപാട് മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അല്പം ഗരം മസാലയും ചേർക്കുക. ഒരു ടൊമാറ്റോ നന്നായിട്ട് മിക്സിയിൽ അടിച്ച് അതും ചേർക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഞാൻ മസാലയ്ക്കായിട്ട് എടുക്കുന്നത്. ഒരുപാട് ഫിഷ് ബിരിയാണിയിൽ ഒരുപാട് മസാല ചേർക്കാതിരിക്കുന്നതാണ് എൻ്റെ ടേസ്റ്റ്. ആ മസാല നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ പറക്കി വെക്കുക. ആ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മീൻ കഷ്ണങ്ങൾ ഉടയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ നിന്നൊരു 3 കഷ്ണം മീൻ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നന്നായിട്ട് ആ മീൻ കഷ്ണങ്ങളൊന്ന് ഉടച്ചെടുക്കണം. ഈ ഉടച്ചെടുക്കുന്ന ഈ മീൻ കഷ്ണങ്ങൾ നമുക്ക് ചോറിൽ ദം ചെയ്യുമ്പം ചേർക്കാനായിട്ടാണ്. അപ്പം നമ്മുടെ ചോറിന് നല്ല ഈ മീൻ കഷ്ണം എടുക്കുമ്പോൾ മാത്രമല്ല, ആ ചോറ് എടുക്കുന്ന സമയത്തും ബിരിയാണിയിൽ നല്ല ഒരു മീൻ്റെ ഒരു ഫ്ലേവർ, ആ മണവും ടേസ്റ്റും ഇങ്ങനെ മുന്നേ നിൽക്കും. അപ്പോൾ മസാലയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. ദം ചെയ്യാനായിട്ട് ചോറ് വേവിച്ച അതേ പാത്രത്തിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ച് എല്ലായിടവും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ചോറ് തന്നെയാണ് ഇടുന്നത്. ആദ്യത്തെ ഒരു ലെയർ ചോറ് തന്നെ ഇടുക. റൈസ് ഇട്ട് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇനി നമുക്ക് മസാല ആക്കാം. മസാല എല്ലാം പറക്കി വെക്കുക നന്നായിട്ട്. പ്രത്യേകം മീൻ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നെമ്മീൻ ആയതുകൊണ്ട് വളരെ സോഫ്റ്റാണ്. അപ്പോൾ മസാല എല്ലാം ഫസ്റ്റ് ലെയറിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ പുറത്തും ഞാൻ റൈസ് ഇടുകയാണ്. റൈസ് ഇട്ട് ഒന്ന് ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഉടച്ച് വെച്ചിരിക്കുന്ന മീൻ്റെ കഷ്ണം, നെമ്മീൻ ഉടച്ചത് നന്നായിട്ട് എല്ലായിടവും വരുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്തിടുക. ഇതിടുമ്പം നമ്മുടെ ബിരിയാണിക്ക് പ്രത്യേക ഒരു ടേസ്റ്റും മണവുമാണ്. ദം ചെയ്യുമ്പോൾ നല്ല മണം മുന്നേ നിൽക്കും. ടേസ്റ്റും അതുപോലെ ഓരോ ചോറിലും ആ മീൻ്റെ ടേസ്റ്റ് മുന്നേ അറിയും. അടുത്ത ലെയറും റൈസ് തന്നെ ഇടുക. അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മൂപ്പിച്ച് വെച്ചിരിക്കുന്നു, അത് ഇടുക. ഞാൻ അല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും മൂപ്പിച്ച നെയ്യും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ദം ചെയ്യാം. ലോ ഫ്ലെയിമിലായിരിക്കണം. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അങ്ങനെ നെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടപ്പ് തുറന്നപ്പോൾ തന്നെ ഭയങ്കര മണമാണ്. നല്ല ടേസ്റ്റും ഉള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്വാദിഷ്ടമായ, നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ ഇരിക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും
ഈ പെരുന്നാളിന് ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്യണം. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.